मेरा जीवन कोरा कागज कोरा ही रह गया, जो लिखा था आंसुओं के संग बह गया मेरा जीवन. എൻ്റെ ജീവിതം ഒരു വെറും കടലാസ് ആയിരുന്നു. അത് വെറും കടലാസായി തന്നെ അവശേഷിച്ചു. അതിൽ ഞാൻ എഴുതിയതെല്ലാം എൻ്റെ കണ്ണീരിനൊപ്പം ഒഴുകിപ്പോയി. ഒരർത്ഥവും അറിയാതെ കുട്ടിക്കാലം മുതൽ പാടി നടന്നൊരു പാട്ടാണിത്. വെറുതെ പാടി നടന്നു എന്നങ്ങ് പറഞ്ഞാൽ ശരിയാകില്ല, മുഴുവൻ തെറ്റുമാണ് പാടിയിരിക്കുന്നത്. ഒരിക്കൽ ഭോപ്പാലിൽ ചെന്ന് ഹിന്ദി അറിയാവുന്ന എൻ്റെ ബന്ധുവിന് മുമ്പിൽ പാടിയപ്പോഴാണ് അതുവരെ ഞാൻ പാടിക്കൊണ്ടിരുന്നതൊക്കെ ഹിന്ദിയിലല്ല, ഞാൻ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തൊരു ഭാഷയിലായിരുന്നു എന്ന് മനസ്സിലായത്. അല്ലെങ്കിലും തെറ്റുകളൊക്കെ അങ്ങനെയാണല്ലോ, ആരെങ്കിലും തിരുത്തുന്നത് വരെ അത് ശരിയാണെന്ന് തന്നെ നാം ധരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഭാഷയ്ക്ക് അതീതമായി നമ്മെ ആകർഷിക്കുന്ന ഭാവ തീവ്രത ഈ ഗാനത്തിന്റെ സവിശേഷതയാണ്. ആദ്യ 4 വരികളിലൂടെ ഈ ഗാനം നമ്മിലേക്ക് പകരുന്ന ഒരു ജീവിത ദർശനം. ഒന്നും എഴുതിയിട്ടില്ലാത്ത ജീവിതം എന്ന കടലാസുമായാണ് നാം ഒക്കെയും ഭൂമിയിലേക്ക് വരുന്നത്. ആ കടലാസിൽ എന്തെഴുതണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സാഹചര്യമല്ല, നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ്. എഴുതാൻ തുടങ്ങുമ്പോൾ തെറ്റുണ്ടാവാം, തിരുത്തി എഴുതാൻ കഴിയുന്നതാണ് വിജയം. ഒന്നും എഴുതാതിരിക്കുന്നത് ഏറ്റവും വലിയ പരാജയവും. ഒരു പഴയ ചൈനീസ് പഴമൊഴിയുണ്ട്, മരം നട്ടു വളർത്താൻ ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു, അടുത്ത ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. എത്ര മനോഹരമാണ് ഈ സന്ദേശം. പലരും ജീവിതം മുഴുവൻ ഒരിക്കൽ എന്ന വാക്കിനു വേണ്ടി കാത്തിരിക്കുന്നു. ഒരിക്കൽ ഞാൻ എഴുതും, ഒരിക്കൽ ഞാൻ പഠിക്കും, ഒരിക്കൽ ഞാൻ യാത്ര തിരിക്കും, ഒരിക്കൽ ഞാൻ സന്തോഷമായി ജീവിക്കും. പക്ഷേ ആ ഒരിക്കൽ പലപ്പോഴും വരാറില്ല. മാർക്ക് ട്വെയിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പരാജയങ്ങളുടെ ഓർമ്മയല്ല, ഉപയോഗിക്കാതെ പോയ അവസരങ്ങളുടെ ഓർമ്മയാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മെ വേട്ടയാടുന്നത്. പ്രവർത്തിച്ചു പരാജയപ്പെട്ടാൽ തിരുത്താൻ അവസരമുണ്ടാകും. ഒന്നും പ്രവർത്തിക്കാതെ ഉണ്ടാകുന്ന പരാജയം അത് എന്നേക്കുമുള്ള ആയുള്ള പരാജയമാണ്. കിണർ കുഴിക്കേണ്ടത് ദാഹം വരുന്നതിന് മുമ്പാണ്, അറിവ് നേടേണ്ടത് വാർദ്ധക്യത്തിന് മുമ്പാണ്, സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് വേർപിരിയുന്നതിന് മുമ്പാണ്, സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടത് സമയം കടന്നു പോകുന്നതിന് മുമ്പാണ്. നമുക്ക് കിട്ടിയ വെള്ളക്കടലാസിൽ ഓരോ ദിവസവും അറിവിന്റെ, അധ്വാനത്തിന്റെ, സ്വപ്നത്തിന്റെ ഒക്കെ പുതിയ ഒരു വരിയെങ്കിലും എഴുതി ചേർക്കുവാൻ നമുക്ക് കഴിയണം. എഴുത്തിൽ പിശകുണ്ടായാൽ തിരുത്തുവാൻ മനസ്സുമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ജീവിതം നമുക്ക് തരുന്നത് ഒരു വെറും കടലാസാണ്. അതിൽ ചിലർ പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും വെറുപ്പുകളും മാത്രം കുത്തി നിറയ്ക്കും. മറ്റു ചിലർ പ്രതീക്ഷയും സ്നേഹവും അറിവും കരുണയുമൊക്കെ എഴുതി നിറയ്ക്കും. കടലാസിലെ കുറിപ്പിനാകും കാലം മാർക്കിടുക. നല്ല മാർക്ക് വാങ്ങുവാൻ നമുക്കാകട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു.